ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിത്തറയായ 10 കൽപ്പനകളുടെ ഒറിജിനൽ കണ്ടെത്തിയതായി അമേരിക്കൻ ചാരസംഘടനയായ CIA വെളിപ്പെടുത്തി. ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട ഇസ്രായേലികൾക്ക് മോശ വഴി നൽകിയ കൽപ്പനകൾ ആധികാരികമാണെന്നാണ് CIA അവകാശപ്പെടുന്നത്. 10 കൽപ്പനകൾ സൂക്ഷിച്ചിരുന്ന പേടകം എവിടെയാണ് എന്ന കാര്യത്തിൽ വളരെ കാലമായി വ്യക്തത ഉണ്ടായിരുന്നില്ല. എന്നാൽ CIA അധികാരികൾ ഉറപ്പിച്ചു പറയുന്നത് തങ്ങൾ ഈ പേടകം കണ്ടെത്തിയെന്നാണ്. ബൈബിൾ പറയുന്നതനുസരിച്ച് BC 13-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്തതിനെ തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ ജനത പേടകം നിർമ്മിച്ചത്. തുടർന്ന് മോശയുടെ 10 കൽപ്പനകൾ അതിനുള്ളിൽ പൂജ്യമായി സൂക്ഷിച്ചുവെന്നാണ് ബൈബിളിൽ പറയുന്നത്. 1980കളിൽ പുരാവസ്തുക്കളെയും വ്യക്തികളെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്ന ആർക്കിയോളജിസ്റ്റുമായി CIA നിരവധി പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ഇവരിൽ ഒരാളാണ് മധ്യപൂർവ്വ ദേശത്ത് മോശയുടെ 10 കൽപ്പനകൾ അടങ്ങിയ പേടകം ഒളിഞ്ഞിരിക്കുന്ന കാര്യം വെളിപ്പെടുത്തിയത്. BC 586-ൽ ബാബിലോണിയക്കാർ ജെറുസലേം പിടിച്ചെടുക്കുന്നതിന് മുൻപ് ഈ പേടകം പുരാതന ജെറുസലേം ദേവാലയത്തിന്റെ ഏറ്റവും ഉള്ളിലുള്ള അറയായ ഹോളി ഓഫ് ഹോളീസിനെ ഉള്ളിലായിരുന്നു സൂക്ഷിച്ചിരുന്നത് എന്നാണ് ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത്. പിന്നീട് ഈ പേടകം എത്യോപ്യയിലേക്ക് കൊണ്ടുപോയെന്നും അവിടെയുള്ള ഒരു പ്രാദേശിക പള്ളിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നുമാണ് ഐതിഹ്യത്തിൽ കാണുന്നത്. എന്നാൽ ഇങ്ങനെയൊരു പേടകം നിലവിലുണ്ടായിരുന്നതായി തെളിവുകളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. അതേസമയം 2000 ആണ്ടിൽ CIA വെളിപ്പെടുത്തിയത് 1988-ൽ തന്നെ കണ്ടെത്തിയതിന് രേഖകളുണ്ട് എന്നായിരുന്നു. ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിലാണ് ഈ പേടകം സൂക്ഷിച്ചിരിക്കുന്നത്. സ്വർണം, വെള്ളി, മരം എന്നിവ കൊണ്ട് നിർമ്മിച്ച പേടകത്തിൽ 6 ചിറകുള്ള മാലാഖമാരുടെ ചിത്രങ്ങളും ആലേഖനം ചെയ്തിരിക്കുന്നു. ശവപ്പെട്ടിയുടെ ആകൃതിയിലുള്ള പെട്ടി മധ്യപൂർവ്വ ദേശത്താണ് ഉള്ളതെന്നും അവിടുത്തെ ജനങ്ങൾ അറബ് ഭാഷയാണ് സംസാരിക്കുന്നത് എന്നുമായിരുന്നു ആർക്കിയോളജിസ്റ്റ് CIA-യോട് വെളിപ്പെടുത്തിയത്. ബൈബിളിൽ പറയുന്നതനുസരിച്ച് സ്വർണം കൊണ്ട് പൊതിഞ്ഞ് മരത്തിൽ പണിത പേടകം നിർമ്മിച്ചത് BC 1445-ലാണ്. ദൈവം മോശയ്ക്ക് നൽകിയ നിർദ്ദേശങ്ങളുടെ പട്ടികയാണ് 10 കൽപ്പനകൾ. ജെറുസലേമിലെ പുരാതന ദേവാലയത്തിൽ ഉണ്ടായിരുന്ന 10 കൽപ്പനകൾ പിന്നീട് നഷ്ടപ്പെട്ടിരുന്നു. ഷേബ രാജ്ഞിയുടെയും ഇസ്രായേലിലെ രാജാവായ സോളമന്റെയും മകൻ എന്ന് കരുതപ്പെടുന്ന മെനലിക് എന്ന വ്യക്തിയാണ് പേടകം എത്യോപ്യയിലേക്ക് കൊണ്ടുവന്നതെന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും ഇത്രയും കാലം എല്ലാവരും പലതരത്തിൽ അന്വേഷണം നടത്തിയിട്ടും അത് എവിടെയാണ് ഉള്ളതെന്ന കാര്യം കണ്ടെത്തി എന്നവകാശപ്പെടുന്ന CIA-ക്ക് പോലും ഇനിയും വെളിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് രസകരമായ വസ്തുത.